പിണറായി വിജയൻ ഭരിച്ചപ്പോൾ MG സർവകലാശാലയിൽ സംഘപരിവാർ VC വന്നിട്ടില്ല. VD സതീശൻ ഉൾപ്പെടുന്ന MG സർവകലാശാലയിൽ ഇന്നൊരു സംഘി VC ഇരിക്കുകയാണ്. അടിമേടിക്കുന്നതും കേസുണ്ടാകുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യം നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾ നേരിടുന്നുണ്ടായല്ലേ? ശിവൻകുട്ടിയും ശ്രീരാമകൃഷ്ണനും ഒക്കെ ഇവർ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ. എന്താ അവർക്ക് കൈയൊക്കെ വിറയലുണ്ടായത്? വിദ്യാർത്ഥി കാലത്ത് തലക്ക് കിട്ടിയ അടിയാണ് ഇന്ന് അവരുടെ കൈകളൊക്കെ വിറക്കുന്നത്. CPM-ന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ലാത്തി പൊട്ടിയതിന്റെ പേരിൽ PDPP-യെ ചുമത്തപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നു PDPP. നിങ്ങളുടെ പണി കുറച്ച് ടഫാകാനുള്ള സാധ്യത. അറ്റ്ലീസ്റ്റ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇടതുപക്ഷ സർക്കാരിനുണ്ട്, ഇപ്പോൾ ഒരു വലതുപക്ഷ സർക്കാരുണ്ട്, ഒരു ഗവർണർ കൂടിയുണ്ട്. BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ഇടപെടൽ തുടങ്ങിയത് ഗവർണർമാരിലൂടെയാണ്. സംഘപരിവാർ തുടങ്ങിയതാണ്. അതൊരു ലാർജർ പ്രൊജക്റ്റാണ്, അതൊരു ഗ്രാൻഡ് ഡിസൈനാണ്. വിദ്യാഭ്യാസത്തിൽ സ്വകാര്യ നിക്ഷേപം വരുമ്പം SFI അതിനെ തീർക്കുക. സ്വകാര്യ സർവകലാശാലകൾ വരുമ്പം സ്വകാര്യ സർവകലാശാലകളാവട്ടെ, ഈ പറഞ്ഞ വിദേശ സർവകലാശാലകളുടെ, ഈ രണ്ട് തരത്തിൽ തന്നെയാണ് SFI കാണുന്നത്. ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് ഓക്സ്ഫോർഡോ ട്രിനിറ്റിയോ കാംബ്രിഡ്ജോ അല്ല. അവിടുത്തെ 4-കിട സർവകലാശാലയായിരിക്കും ഇവിടെ ഓഫ് ക്യാമ്പസുകൾ ഉണ്ടാക്കി. സിമ്പിളായിട്ട് പറഞ്ഞാൽ മിശ്ര വിവാഹങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് നിന്ന് ഇപ്പം മിശ്ര വിവാഹങ്ങളെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ദിസ് ഇസ് മൈ ഒബ്സർവേഷൻ. ഈ ചോദ്യം ഞാൻ കുറേ ദിവസമായി കേരളത്തിൽ ചോദിക്കുന്നു. ഒന്ന് VD സതീശൻ ഉത്തരം പറയൂ, ഒന്ന് റോജി M. ജോൺ ഉത്തരം പറയൂ. രാജ്യത്ത് 23 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയം മനോരമയ്ക്ക് വാർത്തയല്ല. CBSE-യിൽ 7ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തത് മനോരമയ്ക്ക് വാർത്തയല്ല. നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ എന്നുള്ളതാണ് CPM-ന്റെ നയം. SFI-യുടെ നയം അങ്ങനെ തന്നെയാണോ? കോൺഗ്രസിന്റെ വോട്ടുകൾ മറഞ്ഞുകൊണ്ടാണ് BJP ചിലയിടത്തെങ്കിലും എനിക്ക് തോന്നുന്നു ചാത്തന്നൂരെങ്കിലും LDF-ന്റെ വോട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ജാതി സംഘടനകളെ പണം കൊടുത്തു വാങ്ങാൻ അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിൽ കീഴടക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് SNDP. എല്ലാ വിഭാഗം മനുഷ്യർക്കും ഇപ്പോഴും LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം കേരളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിന്റെ ഈ ബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഇവിടെ കൂടുതലുണ്ട്. അത് വർദ്ധിച്ചു വരും. CJP-യുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും അവരേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് SFI-യിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ പലരും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. KM ഷാജി ചിലപ്പോൾ അത് ഞങ്ങൾക്കെതിരെ പറഞ്ഞാവാൻ സാധ്യതയില്ല. വിത്തൗട്ട് ലെഫ്റ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ കേരളം അത് മറ്റൊരു നിത്യമായ നരകമാണ്. SFI-ക്കാർ കേരളത്തിൽ സമരത്തിലാണ്. അവർക്ക് പല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. നീറ്റ് പരീക്ഷ ഇപ്രാവശ്യത്തെ 12ാം ക്ലാസ്സിൽ കുട്ടികളുടെ എല്ലാത്തരം പരീക്ഷകളും കുളത്തിലായിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരം പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടി, തല്ല്, പോലീസ് പ്രയോഗങ്ങൾ ഇതൊക്കെ നടക്കുന്നു. ഇടയ്ക്കൊരു ചോദ്യം ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്. SFI-ക്കാർ ഇപ്പം വളരെ ആക്റ്റീവായിട്ട് റോഡിൽ തെരുവിൽ സമരവുമായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇവരെവിടെയായിരുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ SFI-യുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലം എവിടെയായിരുന്നു? ഇപ്പം നിങ്ങൾ സമരം ചെയ്യുന്നത് കാണുന്നുണ്ട്. ഈ 10 കൊല്ലം നിങ്ങൾ ഹൈബർനേഷനിലായിരുന്നു, അതെയോ? അവർക്കൊക്കെ ഷോർട്ട് ടേം മെമ്മറി ഈ 10 വർഷം ഉണ്ടായി എന്ന് വേണം കരുതാൻ. കാരണം സാധാരണ ജനങ്ങൾക്കറിയാം ഞങ്ങൾ എവിടെ ഉണ്ടായിരുന്നു എന്ന്. വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ ക്ലാസ് മുറികളിൽ, അവർക്ക് വേണ്ടി ക്ലാസ് മുറികളിൽ, ക്ലാസ്സിൻ്റെ പുറത്ത് അധ്യാപകരോട് മുന്നോട്ട് വെക്കുന്ന തെറ്റായ നയങ്ങളോട്, അതോടൊപ്പം തന്നെ തെരുവോരങ്ങളിൽ സംഘപരിവാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാവ്യവൽക്കരണത്തിനെതിരെ, അങ്ങനെ സർവത്ര വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് മുന്നിലും ഞങ്ങളുണ്ടായിരുന്നു. വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്നു, പൊതുജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് സർവ്വദേശീയമാവട്ടെ ദേശീയമാവട്ടെ എല്ലാ വിഷയത്തിലും ഞങ്ങളുണ്ട്. അത് ഈ 10 വർഷമല്ല, കഴിഞ്ഞ 56 വർഷമായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നറേഷൻ ബിൽഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ട കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 10 വർഷമായിട്ട് ഞങ്ങൾ സമരത്തിനില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഫേസ്ബുക്ക് മുറികളിലിരിക്കുന്ന ആളുകൾ മാത്രമല്ല, അവർക്കതിനുള്ള ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാണ്. ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ സമരത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം ഇവരിറങ്ങി. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈബ്രറിയിൽ ഞങ്ങളുടെ മുൻ സംസ്ഥാന സെക്രട്ടറിക്കും പ്രസിഡന്റിനും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഒക്കെ തല്ലുകൊള്ളുന്നതും ജലപീരങ്കി അവർക്ക് മേൽ ഉപയോഗിക്കുന്നതും, അവർ അനാദികാലത്തേക്ക് ജയിലിൽ അടക്കപ്പെട്ടതും, ഗവർണർക്കെതിരെ സമരം നടത്തിയതും, ഗവർണർ മിഠായി തെരുവിലൂടെ നടന്നതും, യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളെ ആക്രോശിച്ചതും, കേരളത്തിൻ്റെ കൊല്ലം തൊട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഗവർണർ എവിടെയൊക്കെ എത്തുന്നു അവിടെയൊക്കെ ഞങ്ങൾ എത്തിയതും, അദ്ദേഹം ഞങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയതൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിൻ്റെ FIR ഉണ്ട്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണല്ലോ ഇതൊക്കെ സംശയമുള്ള മാധ്യമപ്രവർത്തകർ അതൊന്ന് അന്വേഷിച്ചാൽ ഈ 10 വർഷത്തിൽ ഞങ്ങൾ അവിടെയൊക്കെ ഉണ്ടെന്നേ, അവിടെയൊക്കെ ഞങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊന്നും കാണാത്ത ആളുകളുടെ കണ്ട് പൂട്ടിക്കൊണ്ട്
ഈ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മറ്റു മറുപടിയൊന്നുമില്ല. അവർക്കൊക്കെ നല്ല നമസ്കാരം എന്ന് മാത്രമേ മറുപടി ഈ പറയൂ. നല്ല നമസ്കാരം എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? കാരണം നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിചിത്രമായിട്ടുള്ള ശിവപ്രസാദിനെ കുറിച്ചുള്ള വിചിത്രമായിട്ടുള്ള ഒരു കാർഡ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടു. അവരോട് ഇതുപോലെ നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ആളുകൾ ചീത്ത വിളിച്ചത് ഓർക്കുന്നുണ്ട്. ഇത് ഫൈറ്റ് ചെയ്ത് ഇതിൻ്റെ വസ്തുതകൾ പറയേണ്ടതല്ലേ? CPM-ൻ്റെ ഒരു പ്രശ്നമായിട്ട് പലരും പറയുന്നത് ഇത്തരം കഥകൾ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ എന്നുള്ളതാണ് CPM-ൻ്റെ നയം. SFIയുടെ നയം അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല. അല്ല, അതിൽ പറയേണ്ടതില്ലേ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതില്ല? ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്കെതിരെ വരുന്ന അക്രമം എത്രത്തോളം ഏകപക്ഷീയവും നീചവുമാണ്. അപ്പം ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും വലതുപക്ഷ നേതാക്കന്മാരെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിഹത്യക്കോ അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതത്തെയോ ഒക്കെ നോക്കി അധിക്ഷേപിച്ച ചരിത്രം ഞങ്ങളാരെങ്കിലും നടത്തിയതായി നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഞങ്ങളുടെ നേതാക്കന്മാരോ ഞങ്ങളുടെ പ്രവർത്തകരോ നടത്തിയതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി SFIയുടെ സംസ്ഥാന പ്രസിഡന്റും SFIയുടെ ഏരിയ ഭാരവാഹികൾ പോലും അക്രമത്തിന് വിധേയമാവുകയാണ്. എന്താ അക്രമത്തിന് വിധേയമാവുന്ന കാരണം? എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്തെങ്കിലും തെറ്റായ നിലപാട് പൊതുജനങ്ങളോട് പറഞ്ഞോ? എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തോ? അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ സാമൂഹ്യ ഗതിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ? അങ്ങനെയൊന്നുമില്ലാതിരിക്കെ തന്നെ പ്രിമച്ചുറായി ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ഒരു വ്യക്തിക്കെതിരെ അതിശക്തമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ആഞ്ഞടിക്കുകയാണ്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതം, അവർ നടത്തുന്ന പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും വരിയെടുത്ത് കൊണ്ടുവന്ന് അത് അവരുടെ രീതിയിൽ കൊണ്ടുപോയി അതിനൊരു ട്രോളാക്കി ആ വ്യക്തിയെ അങ്ങ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും ഞങ്ങളതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഞങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, അത് ശരി തന്നെയാണ്. അത് ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിലപാട് എന്ന് വെച്ചാൽ സത്യസന്ധമായി ജനങ്ങളോട് കാര്യങ്ങൾ വിവരിക്കുക, ഞങ്ങളുടെ രാഷ്ട്രീയം പറയുക, ആ രാഷ്ട്രീയം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ അണിചേർക്കുക, സമരസജ്ജരാക്കുക, നിലനിൽക്കുന്ന ഈ വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. ഈ പ്രക്രിയ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലത്തിനനുസരിച്ച് അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ? സമരം ചെയ്തതല്ലാത്തതൊന്നുമില്ലാത്തൊരു നാട്ടിൽ ഇവിടെ ഒരു പുതിയ മന്ത്രി ഉണ്ടാവുകയാണ്. സമരം ചെയ്യരുത്, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും എന്ന് പറയുന്നൊരു മന്ത്രി ഉണ്ടാവുകയാണ്. അത് ഞങ്ങളെ ഞെട്ടിക്കുകയാണ്. എത്രത്തോളം അരാഷ്ട്രീയമായ ഒരു മന്ത്രിയോടാണ് അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങളോടാണ്, അത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമ്പോൾ, അത് തന്നെ ഒരു ഗവൺമെൻറ്റായി മാറുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഇപ്പുറത്ത് അത്രത്തോളം നമുക്ക് ജനങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനുണ്ടാകുന്ന ചില പരിമിതികളുണ്ട്. ആ പരിമിതി അപ്പുറത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. അവിടെ ഒരു അരാഷ്ട്രീയ പ്രതലം ഉണ്ടാവുകയാണ്. അപ്പോൾ അത് വലിയ ജാഗ്രതയോടുകൂടി ഞങ്ങൾ കാണുകയാണ്. ഇപ്പോൾ ഒരു മന്ത്രി തന്നെ വന്നിറങ്ങി പറയുമ്പോൾ അത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ലെഗസി ഉണ്ടെന്ന് അവർ പറയുമ്പോഴും പക്ഷേ അങ്ങനെയുള്ള ആളുകളെ തിരുത്താൻ പോലും കേരളത്തിൽ ആരുമില്ല. ഞാനത് ശ്രദ്ധിച്ച, അതായത് ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വന്നിട്ടും അതിൽ ഏറ്റവും അദ്ദേഹം എനിക്ക് തോന്നുന്നു ആദ്യം ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്നുള്ളത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സെനറ്റിലേക്ക് ഗവർണർ നിയമനം നടത്തിയെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഗവർണറുമായിട്ട് ഗുസ്തി ഇല്ല എന്നുള്ളത്. സർവകലാശാലകളുടെ കാവ്യവൽക്കരണം എന്നുള്ളത് സാധാരണഗതിയിൽ, അത് കാവ്യവൽക്കരണം എന്ന് പറയുമ്പം സെനറ്റിൽ BJPയുടെ പ്രതിനിധികൾ വരുന്നതല്ല പ്രശ്നം. തെരഞ്ഞെടുപ്പിലൂടെ വന്നാൽ ഒരാൾ പോലും വരാത്ത ഒരു ബോഡിയിലേക്ക് വലിയ തോതിൽ നോമിനേഷൻ കൂടി വരുന്നു. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ കൊടുത്തിരിക്കുന്ന ചില സ്പേസുകൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്പേസിലേക്ക് അവർ വരുന്നു എന്നുള്ളത്, അതിൽ മന്ത്രിയുടെ നിലപാട് സാധാരണഗതിയിൽ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു മന്ത്രിയോട് ഈ ഒരു നിലപാടുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഇതിനു മുമ്പുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സമയത്ത് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വരുന്നുണ്ട്. ആ ബാനർ നിങ്ങളവിടെ കെട്ടിയതും അദ്ദേഹം അത് അഴിച്ചു മാറ്റാൻ വേണ്ടി പറയുന്നതൊക്കെ അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മന്ത്രി കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സമരത്തിൻ്റെ ഇത്തരം ഒരു സംഭവത്തോട് നിങ്ങൾ എങ്ങനെ, കാരണം കേരളത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു മന്ത്രി, ഇപ്പം UDFൻ്റെ മന്ത്രിമാർ ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഗവർണർമാർ ഇടപെടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ് ഇവർ പാർട്ടിസാനായിട്ട് ഗവർണർമാർ ചാൻസലർ എന്ന നിലയ്ക്ക് ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിന് ചേരുന്ന ഒരു മന്ത്രി കൂടി ഉണ്ടാകുമ്പോൾ ഈ കാവ്യവൽക്കരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? ഈ സമരം SFI എങ്ങനെ ചെയ്യും? അതിനകത്തൊരു മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഇവർ ജനങ്ങളോട് പറയുന്ന ചില നുണകളാണ്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് ഇതാരാണ് തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ അത് ഇടതുപക്ഷ കാലത്തല്ലേ
ഗവർണർ ഇടപെട്ട് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹമുണ്ട്, അതും കൂടി പറയണം. ഇന്ത്യയിലെമ്പാടും ഗവർണറെ ഉപയോഗിച്ച് BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ഇടപെടൽ തുടങ്ങിയത് ഗവർണർമാരിലൂടെയാണ്. സംഘപരിവാർ തുടങ്ങിയതാണ്. അതൊരു ലാർജർ പ്രൊജക്റ്റാണ്, അതൊരു ഗ്രാൻഡ് ഡിസൈനാണ്. അത് കേരളത്തിലും നടപ്പിലാക്കുകയാണ്. ഇത് അറിയാത്ത ആളുകളല്ലല്ലോ VD സതീശനും റോജി എം ജോണും, അറിയാം. പക്ഷേ അതിനോടുള്ള സർക്കാരിൻ്റെ നിലപാട് എന്താണ്? അതാണ് ചോദ്യം. അതിനോട് പിണറായി വിജയൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്, സമരത്തിന് പോയിട്ടുണ്ട്, കേസിനും പോയിട്ടുണ്ട്. അതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ശക്തമായി വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ മന്ത്രിമാർ ശക്തമായി വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും ശക്തമായി അതിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ ഇന്നിപ്പോൾ വന്നിട്ടുള്ള UDF സർക്കാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗവർണർ ഇടപെടുകയാണ്. ഗവർണർ 10 വർഷത്തിൻ്റെ ഇടയിൽ പിണറായി വിജയൻ ഭരിച്ചപ്പോൾ MG സർവകലാശാലയിൽ സംഘപരിവാർ VC വന്നിട്ടില്ല. എന്നാൽ VD സതീശൻ ഉൾപ്പെടുന്ന MG സർവകലാശാലയിൽ ഇന്നൊരു സംഘി വീശിയിരിക്കുകയാണ്. സെനറ്റിലേക്ക് 30-ൽ 19 പേർ നേരിട്ട് BJP-ക്കാരെ ഓപ്റ്റ് ചെയ്യുകയാണ്. ഇതേ റോജി എം ജോൺ പറഞ്ഞത് ഇത് സർക്കാർ തുടങ്ങി വെച്ചതല്ലേ, ഞങ്ങൾക്കതിൽ റോളില്ല, മുൻ സർക്കാരാണ് ഇതിൽ ചെയ്തത് എന്നാണ് റോജി എം ജോണും VD സതീശനും പറഞ്ഞത്. ഒരു മാധ്യമ പ്രവർത്തനോട് പറയുന്നത് കേട്ടു, സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വേണ്ടത്ര സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു സമയത്തിനിടയിൽ അവരെല്ലാം ചെയ്തു പൂർത്തീകരിച്ച് ഇവർ വന്നു. പ്രതിഷേധം ഉയർന്ന് വൻതോതിലുള്ള സമരങ്ങളൊക്കെ ഉണ്ടാകുന്നു, തങ്ങൾക്കെതിരെ വികാരം ജനിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് എന്തുണ്ടായത്? റോജി എം ജോണിന് കാര്യം മനസ്സിലായത്, സംഘപരിവാറിനെതിരെ നിലപാടെടുത്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലും അവിടെ ഇവിടങ്ങളിലും മാധ്യമങ്ങളും പറയുന്നതായി കേൾക്കുന്നുണ്ട്. പക്ഷേ ഗവർണറോട് കൃത്യമായി ഞങ്ങളുടെ റോൾ ഇതാണ്, സർക്കാരിൻ്റെ റോൾ ഇതാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ, സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാവണം. അതിന് തയ്യാറായില്ല എങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ഞങ്ങൾ സമരത്തിന് പോകേണ്ടതായി വരും. ഗവർണർക്കും സർക്കാരിനെതിരെ, അങ്ങനെ രണ്ടുപേർക്കും എതിരെ പോകേണ്ടതായി. എന്താണ് ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളുടെ ഒരു അവസ്ഥ എന്താണ്? വളരെ ദയനീയമാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അക്കാദമിക് പശ്ചാത്തലത്തിൽ ബാധിക്കപ്പെടുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ല. UDF അധികാരത്തിൽ വന്നതോടുകൂടി ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വൻതോതിലുള്ള സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള ഇടപെടലുകൾ സർവകലാശാലകളിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ചില ചർച്ചകൾ അവിടെ ഇവിടങ്ങളിലായി തുടങ്ങിയതായി ഞങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പം മംഗലാപുരത്തു നിന്നുള്ള ഒരു വലിയ എഡ്യൂക്കേഷണൽ ഹബ്ബ് അവിടെ നിലനിൽക്കുന്നുണ്ട്. മംഗലാപുരത്തുമായി ബന്ധപ്പെട്ട് VD സതീശന്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. മംഗലാപുരം, കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഒരു ബെൽറ്റിനെ സൃഷ്ടിച്ച് ഒരു അമാൽഗമേഷൻ സൃഷ്ടിച്ചെടുത്ത് ഒരു പുതിയ യൂണിവേഴ്സിറ്റി സങ്കല്പം തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഇടപെടൽ നടത്തും. സ്വകാര്യ യൂണിവേഴ്സിറ്റിയോ അതോ സർക്കാർ യൂണിവേഴ്സിറ്റി? ഇപ്പോൾ ഉള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചു കൊണ്ടുവന്ന് ഒരു പുതിയ ആലോചന നടത്തുന്നുണ്ട് എന്നൊരു വിവരം ഞങ്ങൾ അറിഞ്ഞു. അത് കേരളത്തിലെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ പ്രക്രിയയെ തന്നെ തകർക്കാനുള്ള ഒരു പുതിയ തുടക്കമാവും. വിദ്യാഭ്യാസത്തിൽ സ്വകാര്യ നിക്ഷേപം വരുമ്പം SFI അതിനെ എതിർക്കുക, സ്വകാര്യ സർവകലാശാലകൾ വരുമ്പം സ്വകാര്യ സർവകലാശാലകളാവട്ടെ, ഈ പറഞ്ഞ വിദേശ സർവകലാശാലകളുടെ, ഈ രണ്ട് തരത്തിൽ തന്നെയാണ് SFI കാണുന്നത്. ഇപ്പോൾ സ്വകാര്യ സർവകലാശാല ഇന്ന് ആത്യന്തികമായി ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാം. കണ്ണടച്ചു പൂട്ടി അതിനെ എതിർക്കുക എന്നുള്ളതല്ല. സ്വകാര്യ സർവകലാശാലകളെ പൂർണ്ണമായും അതിനെ നിയന്ത്രിക്കാനുള്ള പുതിയ നിയമങ്ങൾ കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിയമങ്ങൾ ഈ പറഞ്ഞ സാമൂഹ്യ നീതി ഉൾപ്പെടെ മുൻനിർത്തിയാണ്. ആ നിയമങ്ങൾക്കൊരു കേടുപാടും സംഭവിക്കാതെ സ്വകാര്യ സർവകലാശാല വരുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ വിദേശ സർവകലാശാലകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനും കാരണമുണ്ട്. ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് ഓക്സ്ഫോർഡോ ട്രിനിറ്റിയോ കാംബ്രിഡ്ജോ അല്ല. അവിടുത്തെ 4ാം കിട സർവകലാശാലയായിരിക്കും ഇവിടെ ഓഫ് ക്യാമ്പസുകൾ ഉണ്ടാക്കുക. അതിനർത്ഥം ഏതോ മനുഷ്യർക്ക് പോലും വേണ്ടാത്ത സർവകലാശാല അവിടെ ആരോ രജിസ്റ്റർ ചെയ്ത് വെച്ച് കൊള്ളാവുന്ന സർവകലാശാലകൾ വരുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിനെയോ അതിനെക്കുറിച്ച് ആ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന മെച്ചത്തെക്കുറിച്ചോ അതിനെയൊന്നും പുറകോട്ട് വലിക്കാനുള്ള നിലപാടല്ല. മറിച്ച് അവരൊക്കെ വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ പോലുള്ള ഒരു 3ാം ലോക രാജ്യത്തേക്ക് കാംബ്രിഡ്ജും ട്രിനിറ്റിയും ഒക്കെ വരുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? IIT-യുമായി പോലും അവർ അമാൽഗമേറ്റ് ചെയ്യാനോ ബന്ധപ്പെടാനോ ഒക്കെ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അവിടെയാണ് അത്തരം പദ്ധതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? IIT-കൾ തുടങ്ങുന്നത് വിദേശ സർവകലാശാലകളുമായിട്ട് ചേർന്നിട്ടാണ്. ശരിക്കും ഒറിജിനൽ IIT-കൾ കൺസീവ് ചെയ്യുമ്പോൾ MIT അങ്ങോട്ടേക്കുള്ള നമ്മളെ ബ്രെയിൻ ഡ്രെയിനിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് IIT IIM നിലനിൽക്കുന്നത്. അത് മറ്റൊരു സത്യം.
നമ്മൾ എത്ര പേര് IIT-കാരും IIM-കാരും ഇവിടെ അതുണ്ട്. പക്ഷേ ഈ ഇപ്പം ശ്രീ വി ഡി സതീശൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐഡിയകളിൽ ഒന്ന്, കേരളത്തിൽ നിന്ന് പുറത്തുപോയി കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ലാതാക്കും, സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ തുടങ്ങും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചിലപ്പം സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന് ചിലപ്പോൾ അതിനു വേണ്ടിയുള്ള പണം വലിയ തോതിൽ മുടക്കാൻ അവർക്കുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് ഒരു പ്രപ്പോസൽ വന്നാൽ ആ ഒരു പ്രപ്പോസൽ കേസ് ബൈ കേസായിട്ട് അതിനെ അസസ് ചെയ്യാൻ SFI തയ്യാറാവുക, അത് നിങ്ങൾക്കൊരു ബ്ലാങ്കറ്റ് നിലപാടാണോ ഉണ്ടാവുക? ബ്ലാങ്കറ്റ് നിലപാടിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കിവിടെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് CDS ഉണ്ട്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്ക് സംസ്ഥാനത്ത് തന്നെ ഒട്ടനവധി സർവകലാശാലകൾ. ഇപ്പോൾ കേരള സർവകലാശാല NAC അക്രഡിറ്റേഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് MG സർവകലാശാല. ഇതിനെയൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തണം. ഇതിനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു സ്വകാര്യ പരിപാടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല. UDF എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത്തരം നയങ്ങളാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിൽ സ്കൂളുകൾ പൂട്ടിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അത് പൂട്ടിക്കൊണ്ട് മറ്റൊന്ന് സ്വകാര്യ മേഖലയിൽ തുടങ്ങുന്നതിൽ എന്ത് ശരിയാണുള്ളത്? അവിടെയാണ് പ്രശ്നം. നിങ്ങളുടെ സർക്കാർ മേഖലയിലെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിലപാട് എന്താണ്? അതിനോടുള്ള നിലപാട് സുവ്യക്തമാണോ? അത് കൃത്യമായി എല്ലാവർക്കും അമിക്കബിളായി എല്ലാവർക്കും ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹ്യ നീതിക്കനുസരിച്ച് എല്ലാവർക്കും ഇത് ലഭ്യമാകുന്ന നിലത്തിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഒരു പ്രശ്നം കണ്ടിരുന്നത്, കേരളത്തിൽ നിന്ന് കുട്ടികൾ ധാരാളം +2-ന് ശേഷം കേരളത്തിന് പുറത്തേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ആൾക്കാർ തയ്യാറാണ്. അത് വലിയ പണം കൊടുത്തും കുട്ടികൾ പോകുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഈ വിദേശത്ത് പോകുന്ന നാലാംകിട സർവകലാശാലകളിലൊക്കെ പോകുന്നു. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ഇപ്പോൾ അദ്ദേഹം സതീശൻ്റെ ഒരു പ്രോമിസ് എന്നുള്ളത് കുട്ടികൾ പുറത്ത് പോകുന്നത് താഴെ, നമ്മൾ തമാശയായിട്ട് മതിൽ കെട്ടുമെന്ന് പറയുന്നത്, അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് SFIക്ക് തോന്നുന്നുണ്ട്. ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം മികച്ച സർവകലാശാലകളും മികച്ച പഠന കേന്ദ്രങ്ങളും വരികയാണെങ്കിൽ കുട്ടികൾ പുറത്തു പോകാതിരിക്കും. എന്താണ് SFIയുടെ ഒരു തോന്നൽ? മൈഗ്രേഷൻ ഒക്കെ സംഭവിക്കുന്നത് പണ്ടുതൊട്ടേ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് നമ്മൾ ബ്ലാങ്കറ്റായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിൻ്റെ അകത്ത് റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ച് കേരളം അതിവിപുലമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലൂടെയായിരുന്നു കേരളം കഴിഞ്ഞ 10 വർഷത്തിനിടയിലും ഇപ്പോഴും തുടരുന്നത് എന്ന് തന്നെ തോന്നുന്നു. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത്, വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പോകുന്നത് കേവലം വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ മാത്രമല്ല, ജീവിത നിലവാരം. ഇപ്പോൾ കേരളത്തിലുള്ള ഈ സദാചാര പ്രശ്നങ്ങൾ, ജാതിമത ഇടപെടലുകൾ, അതിൻ്റെ വർഗീയപരമായിട്ടുള്ള ഇടപെടലുകൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കൂടിയും ഇന്നത്തെ തലമുറ പ്രത്യേകമായി ഇടപെടും. SFIക്ക് അങ്ങനെ ഒരു അസസ്മെന്റ് ഉണ്ടോ? നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഉണ്ട്. ജീവിതത്തിന്റെ മാറ്റം അവിടെ ഇതൊന്നും ഇല്ലാന്നേ. ഇവിടുന്ന് പോകുന്ന ഒരു കുട്ടിക്ക് ഇവിടെയുള്ള ജാതിയും മതത്തിന്റെയും എല്ലാ കെട്ടുപാടും കൊണ്ടുപോകണം അങ്ങോട്ട്? യൂറോപ്പിൽ പോയി ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അമേരിക്കയിൽ പോയി ജീവിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏത് രാജ്യത്ത് പോയാലും ഇവിടെ നിന്നുള്ള അതേ കെട്ടുപാട് അവിടത്തേക്ക് കൊണ്ടുപോകണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒട്ടും കുറവല്ല. അവിടെ ചെന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പുറത്ത് ചാടും എന്നുള്ളതാണ് ഞാനും കണ്ടിരിക്കുന്നത്. അല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് യുവതലമുറ കുറച്ചും കൂടി നല്ല സെക്യുലറാണ്. അത് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. SFI വളരെ അഭിമാനിക്കുന്നു. കാരണം ഞങ്ങൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം യുവതലമുറ ഇനി അങ്ങോട്ടുള്ള തലമുറയൊക്കെയും വളരെ സെക്യുലറായി ജീവിക്കാൻ, എല്ലാവരും ഒരുപോലെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഒക്കെ ഒരു മൂവ്മെൻറ്റുകൾ നമുക്ക്, അതിൻ്റെ ഒക്കെ ഒരു മൂഡ്സൊക്കെ രാജ്യത്തെമ്പാടും നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെമ്പാടുമുണ്ട്. ഇപ്പോൾ രാജ്യത്തെമ്പാടും ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോൾ ഈയിടെ കണ്ടത്, ഇപ്പം CBSEയുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് SFI സമരം ചെയ്യുന്നുണ്ട്, ASF സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുജന ശ്രദ്ധ ആകർഷിച്ച സമരം എന്നുള്ളത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരമാണ്. എനിക്ക് 2 കാര്യങ്ങൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ തല്ല് മേടിക്കുന്നത് പോലെ അവർ വഴിനീളം തല്ല് മേടിക്കുന്നില്ലെങ്കിലും ആ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളെ, ഇന്ത്യയിലെ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് ഇലക്ട്രോണിക്സ് മീഡിയ മാത്രമാണ്. അവർ ആദ്യമായിട്ടൊരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രൂപം, അതിൽ മനുഷ്യരുണ്ട് എന്ന് നമ്മൾ കാണുന്നത്, അത് സമരം ചെയ്യുക, അതിനകം തന്നെ അവരുടെ ഐഡിയകൾ അവർ ചിലവാക്കാൻ വേണ്ടി അവർ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇത്തരം സമരമാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? ഈ വിഷയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ തെരുവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ തെരുവിൽ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ തെരുവിലേക്ക് മനുഷ്യർ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ആശയങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട്. അതിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട്? എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ കാര്യത്തിൽ?
ഞാനിപ്പോൾ കേരളത്തിൽ നിങ്ങൾ നടക്കുന്ന സമരം, ഇപ്പോൾ നീറ്റ് പരീക്ഷയ്ക്കെതിരെ നിങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് പക്ഷേ എത്തേണ്ട ആളുകളിലേക്ക് എത്തേണ്ട അളവിലും ശക്തിയിലും എത്തിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഞങ്ങൾ രാജ്യത്തെമ്പാടും ഈ വിഷയത്തെ സംബന്ധിച്ച് സമരം നടത്തിയ സംഘടനയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ബംഗാളിൽ, ത്രിപുരയിൽ, മഹാരാഷ്ട്രയിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, കേരളത്തിൽ, അങ്ങനെ ത്രൂ ഔട്ട് SFI രാജ്യത്തെമ്പാടും നിലനിൽക്കുന്ന എല്ലാ യൂണിറ്റ്സിലേക്കും ഈ സമരങ്ങൾ കോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം എടുത്തു. പിന്നെ അതിൻ്റെ തുടർച്ചയിൽ കഴിഞ്ഞ 3 ദിവസമായി SFI കേരളത്തിലെമ്പാടും സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു, മെനഞ്ഞാന്നും ഉണ്ടായിരുന്നു, അതിന് തൊട്ടു മുമ്പും ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അതിൻ്റെ ഭാഗമായി അണിനിരന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ സംസ്ഥാനത്തെമ്പാടുമുള്ള ആളുകളുടെ പ്രൊഫൈലുകളിലൂടെ ഇത് പരമാവധി പ്രചരിപ്പിക്കാനുള്ള എല്ലാവിധ ഇടപെടലുകളും നടത്തുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പരമാവധി ആളുകളിലേക്ക് എത്താനുള്ള ഔട്ട്റീച്ച് സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഞങ്ങളും ഉൾപ്പെടെയുള്ളത്. ഇപ്പോൾ ഇന്നത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വളരെ ക്രിസ്പായി, ഷോർട്ടായി, വളരെ എളുപ്പത്തിൽ യുവാക്കളോട്, ജൻസികളോട് കാര്യം ഒരു കോൺവെർസേഷൻ നടക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. അതിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ട്രാൻസ്ഫർ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ അങ്ങോട്ടേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു, നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണ്, അത് കുറച്ചുകൂടി വളർത്തേണ്ടതുണ്ട്. ഈ തെരുവിലേക്ക് ആളുകളെ എത്തിക്കാൻ നമ്മൾ ഈ ഉദ്ദേശിച്ച, പ്രത്യേകിച്ച് CBSE, നീറ്റ് ഇതൊക്കെ എഴുതുന്ന കുട്ടികളെ വിശേഷിയാൽ അവർ CBSE കുട്ടികളാണ്. അവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ അനുവദിച്ചിട്ടില്ല. അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പരിമിതിയുണ്ട്. ഈ കോച്ചിങ് സെൻ്ററുകളിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, സിസ്റ്റമേ ഇല്ല. ഈ കുട്ടികൾ ചിലപ്പോൾ 10ാം ക്ലാസ്, +1, +2, 9ാം ക്ലാസ് തൊട്ടേ ഇതിൻ്റെ കഷ്ടപ്പാടിൽ തന്നെ ഇതിങ്ങനെ പോവുമായിരിക്കും. ചിലപ്പോൾ ഇവർ ഈ ലോകത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് പോലും അറിയാതെ തല താഴ്ത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിച്ച കുട്ടികൾക്ക് പോലും ഈ രാജ്യത്ത് നിന്ന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ചാൽ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും നിങ്ങൾ പാസ്സാകുന്നില്ല, പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും നിങ്ങളുടെ റിസൾട്ട് വരുന്നില്ല. അപ്പോൾ ആ കുട്ടികളോട് ഉൾപ്പെടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, അത്തരമൊരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് പതിയെ. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും സമരമല്ലാതെ മറ്റൊരു മാർഗവും. എങ്ങനെയാണ് കുട്ടികൾ ഇത് എത്രത്തോളം സീരിയസ് ആണ് ഈ പ്രശ്നം? നിങ്ങൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ കാണുന്നതും ഒഫീഷ്യലായിട്ട് ഏകദേശം 6 കുട്ടികളോ മറ്റോ സൂയിസൈഡ് ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇൻട്രാക്ഷനിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? കുട്ടികളെ അവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഭയചകിതരാണ്, നല്ല ഭയപ്പാടോടുകൂടിയാണ് ഇരിക്കുന്നത്. അവരുടെ ഭാവിയെക്കുറിച്ച്, അവർ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് നല്ല ആശങ്കയുണ്ട്. ഇപ്പോൾ +2 ഒക്കെ CBSE എഴുതിയൊരു കുട്ടിക്ക് സംസ്ഥാനത്തെ എല്ലാ എൻട്രൻസ് പരീക്ഷയും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ എല്ലാ എൻട്രൻസ് പരീക്ഷകളും എല്ലാ സർവകലാശാല ഈ പറഞ്ഞ എൻട്രൻസുകളും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളുടെ റിസൾട്ട് ഇപ്പോഴും വരാത്തവരാണ്. അപ്പോൾ അവരൊക്കെ ആകെ ബുദ്ധിമുട്ടിലാണ്. അവർ മാനസികമായി തളർന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് എഴുതിയ കുട്ടികളോ അത് അതിലേറെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. കാരണം വെച്ചാൽ ഈ നീറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഓർമ്മശക്തിയുടെ പരീക്ഷണം പോലെയായി മാറി. പ്രത്യേകിച്ച് രാജ്യത്തെ ഈ പറഞ്ഞ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിൽ മാത്രം പഠിച്ച് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായിട്ടാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഡിസൈൻ ചെയ്യപ്പെട്ടതിന് ഈ പറഞ്ഞ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിലും സർക്കാരിൻ്റെ ഏജൻസികളും തമ്മിലൊക്കെയുള്ള അവിശുദ്ധ സഖ്യവും ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ നിന്ന് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞതിന് ശേഷവും ഈ പേപ്പർ ലീക്ക് ചെയ്യപ്പെടുകയാണ്. ഇത് റീനീറ്റ് എന്ന് പറയുമ്പോൾ ഇത് ആദ്യമായി പോയി എഴുതുന്ന കുട്ടികളല്ല, റീനീറ്റുകാരുണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്. 3-4 തവണയൊക്കെ ചില കുട്ടികൾ എഴുതുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ടയർസമായുള്ള കാര്യമാണ്. അവർ ഡ്രെയിൻ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവർ പലരും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിലൊരു കുട്ടിയാണ് കാസർഗോഡുള്ള ഐജ മഹേഷ്. ഒരു കൊച്ചുകുട്ടി സ്വയം ക്വിറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് രാജ്യത്തെ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നടത്തുന്നത് കേവലം ഈ തെരുവിലെ സമരം മാത്രമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഒപ്പുശേഖരണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനിലൂടെ തന്നെ. ഇപ്പോൾ കേരളത്തിൽ തന്നെ അത് 10,000 ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് കേരളത്തിൻ്റെ ഒരു ടാർഗറ്റ് 1 lakh. ഞങ്ങളത് ക്രോസ് ചെയ്യാനുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജ്യമെമ്പാടും അത്തരമൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. SFI MHRD മിനിസ്ട്രിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഓൺലൈനായി പരമാവധി ഈ വിഷയങ്ങൾ വിദ്യാർത്ഥികളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ CJPയുടെ കാര്യം പറയുമ്പോൾ തന്നെ CJPയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും അവരേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് SFIയിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരിൽ പലരും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. SFIയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ച്. ഇത് സാധാരണഗതിയിൽ പൊളിറ്റിക്കലായിട്ടുള്ള മനുഷ്യരാണ് ഞാൻ കണ്ടെടുത്തോളം ഇപ്പോൾ CJPയുടെ ഭാഗമായിട്ട് വരും. സാധാരണഗതിയിൽ SFIയിൽ പ്രവർത്തിക്കുന്ന SFIയെ കുറിച്ച് അല്ലെങ്കിൽ
പൊളിറ്റിസൈസ് ചെയ്യുന്നതിന് വിദ്യാഭ്യാസത്തിൽ ഇത് ഇത്ര ഒരു പൊളിറ്റിക്സിൻ്റെ ആവശ്യമുണ്ട് എന്ന് പോലും ചിന്തിക്കാത്ത മനുഷ്യരാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ബേസിസിൽ വന്നു കഴിഞ്ഞാൽ. എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇത് പൊളിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങളിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് ഓഫ് കോഴ്സ് നീറ്റ് ചോദ്യപേപ്പർ ലീക്കായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ് മെച്ചം എന്ന് ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, അവരുടെ പേരൻസ് ഉണ്ടാവില്ലേ? കേരളത്തിൽ എസ്പെഷ്യലി ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ സമരം ചെയ്യുമ്പം അയ്യോ SFIക്കാർ വേറെ തല്ലി മേടിക്കുന്നല്ലോ, അവരുടെയൊക്കെ ജീവിതം തീർന്നു എന്ന് പറയുന്ന മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, അത് ഇവിടുത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവായതുകൊണ്ടാണെന്ന് പറയും. അതേ ആൾക്കാർ തന്നെ വന്നിരുന്നുകൊണ്ട് പറയാം ഇവരുടെയൊക്കെ ജീവിതം തീർന്നു, ഇവരുടെയൊക്കെ വലിയ നേതാക്കന്മാരുടെ മക്കളെ ഒന്നും കാണുന്നില്ലല്ലോ, ഇവരെ മാത്രമായിട്ട് കാണുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ ഈ പ്രശ്നം നേരിടുന്നുണ്ടായില്ലേ? SFIയുടെ പല രീതിയിലുള്ള തല്ലുപിടിക്കാൻ വേണ്ടി പോകുന്ന കേസുണ്ടാകുന്ന കുട്ടികളുടെ അവർ ഈ ചോദ്യങ്ങൾ നേരിടുന്നില്ല. എന്താണ് അവരോട് പറയാനുള്ള മറുപടി? നിങ്ങൾ അടിമേടിക്കുന്നതും കേസുണ്ടാകുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യം നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾ നേരിടുന്നുണ്ടായല്ലേ? ഉണ്ട്. ഇപ്പോൾ KM ഷാജി കേരളത്തിലൊരു മന്ത്രിയാണ്. ആ മന്ത്രി നടത്തിയൊരു പ്രസംഗമാണ് 25 കുട്ടികളുടെ ഭാവി നശിച്ചു EDക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ. നിങ്ങളങ്ങനെ സമരം ചെയ്യരുത്, നിങ്ങളുടെ ജീവിതം ഇല്ലാതാവും, നേതാക്കന്മാരുടെ മക്കളൊക്കെ സേഫാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഇന്നുള്ള മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷ ആളുകളും പല നേതാക്കന്മാരുടെയും മക്കളായതുകൊണ്ടാണ് മന്ത്രിയായത്. UDFൽ കോൺഗ്രസിൻ്റെ കാര്യവും സമാനമാണ്. പല നേതാക്കന്മാരുടെയും മന്ത്രിമാരായിട്ടും ഇന്നിപ്പോൾ MLAമാരായൊക്കെ ഇരിക്കുന്ന ആളുകൾ അവർ പഴയ പോലെ നേതാക്കന്മാരുടെ മക്കളായതുകൊണ്ട് മാത്രം അവിടെ വന്നിരിക്കുന്നവരാണ്. ഇത് ശരിയാണ്, ഇതിൽ അവർക്കും വലിയ വ്യത്യസ്ത അഭിപ്രായം ഇല്ല. ഒരു മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് ഞാൻ ഈ നിമിഷം എൻ്റെ വാപ്പയെ ഓർക്കുന്നു, വാപ്പയില്ലായിരുന്നു ഞാൻ അവിടെ എത്തില്ല എന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി സത്യം പറഞ്ഞു. സത്യസന്ധതയ്ക്ക് മാർക്ക് കൊടുക്കാം. ഈ നറേഷൻ ഇങ്ങോട്ടേക്ക് അടിച്ചേരാണ്, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ, ഇപ്പോൾ ഈ പറഞ്ഞ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റോ CPIയുടെ എക്സിക്യൂട്ടീവോ ഏത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഈ പറഞ്ഞ CPI CPMൻ്റെ ഒക്കെ എക്സിക്യൂട്ടീവുകളിലെ ആളുകൾ ആരുടെ പ്രിവിലേജ് വെച്ചാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻഷിപ്പിലോ ആണോ ഇന്നിരിക്കുന്ന കമ്മിറ്റികളിലോ ഇന്ന് അവർ വന്നിരുന്നിരുന്ന ഒരു അധികാര കേന്ദ്രത്തിലോ എത്തിച്ചേർന്നത്? ഉദാഹരണത്തിന് ഈ കേരളത്തിന് മുൻ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം MLA ആയിരുന്നിരുന്ന ഘട്ടത്തിൽ, കൂത്തുപറമ്പ് MLA ആയിരുന്നിരുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന അടിയത്രയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂനിനെ കുറിച്ച് ആക്ഷേപിക്കാത്ത കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഇല്ല, ഓൺലൈനിൽ പോലും. അതെങ്ങനെ സംഭവിച്ചതാണ്? അടിയന്തരാവസ്ഥയിൽ അടിയേറ്റു വാങ്ങിയതാണ്. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ഇപ്പോൾ P രാജീവ്, KN ബാലഗോപാൽ, AN ഷംസീർ, TV രാജേഷ്, PA മുഹമ്മദ് റിയാസ്, KK രാഗേഷ്, എന്നിങ്ങനെ SFIയുടെ ലീഡർഷിപ്പായിരുന്നു ജെയിംസ് മാത്യു, A പ്രദീപ് കുമാർ, PM മാർഷോ, K അനുശ്രീ, സച്ചിൻ ദേവ്, വിനീഷ്, M വിജിൻ, ജെയ്ക്സി തോമസ്. നിങ്ങളെടുത്ത് പരിശോധിക്കൂ. ഇവരൊക്കെയും ഈ പേരുകളെല്ലാം എടുത്ത് പരിശോധിക്കാം. ഇനിയിപ്പോൾ DYFIയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ VK സനോജ്, V വസീഫ്, A റഹീം, ശ്രീരാമകൃഷ്ണൻ, V ശിവൻകുട്ടിയും ശ്രീരാമകൃഷ്ണനും ഒക്കെ ഇവർ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ. എന്താ അവർക്ക് കൈകൊക്കെ വിറയലുണ്ടായത്? തലക്കിട്ട അടിയാണ്. വിദ്യാർത്ഥി കാലത്ത് തലക്ക് കിട്ടിയ അടിയാണ് ഇന്ന് അവരുടെ കൈകളൊക്കെ വിറക്കുന്നത്. അപ്പോൾ ഈ ആക്ഷേപമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. ഈ അടിയും കിട്ടണം, അതിനോടൊപ്പം ആക്ഷേപവും കിട്ടണം. നിങ്ങൾ സമരവും ചെയ്യരുത് എന്നുള്ള പ്രഖ്യാപനം അപ്പുറത്ത് ഉണ്ടാവുകയാണ്. ഇതൊക്കെ മടക്കി കയ്യിൽ വെക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊക്കെ കുറച്ച് കഠിനമായ കാര്യങ്ങളാണ്. കേരളം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാത്രം ഞങ്ങൾ മാറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ കഠിനമായ കാര്യമാണ്. കാരണം വെച്ചാൽ അടിയേറ്റ് വാങ്ങി വളർന്നു വന്നിട്ട് ഈ മനുഷ്യർക്ക് വേണ്ടി പോരാടിയിട്ട് അവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെയും. ഇവരുടെയൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ മുഴുവൻ ടൈം ലൈനും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. ഈ ടൈം ലൈൻ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ, യുവജന സംഘടനാ പ്രവർത്തനത്തിൽ, കേരളത്തിൽ കിരാതമായ വലതുപക്ഷ ഭരണകൂടത്തിൻ്റെ എല്ലാ അടിച്ചമർത്തലും ഏറ്റുവാങ്ങിയവരാണ് ഇവരൊക്കെയും. ഇപ്പോൾ ഒരിക്കൽ CPMൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ലാത്തി പൊട്ടിയതിൻ്റെ പേരിൽ PDPP ചുമത്തപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നു PDPP. ശരീരത്തിൽ അടിയേറ്റ് വാങ്ങി ആ ലാത്തി പൊട്ടിയതിൻ്റെ പേരിലാണ് PDPP എടുത്തത്. അപ്പോൾ ഇവരൊക്കെ നടത്തിയ സമരം എന്തിനായിരുന്നു? ഈ സമരമൊക്കെ നടത്തിയത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്, യുവജനങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. PSC ഇന്ന് നിയമനങ്ങൾ നടക്കുന്ന ഏറ്റവും രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബോഡിയായി നിൽക്കുന്നു. എങ്ങനെ നിലനിൽക്കുന്നു? ശക്തമായ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ലേ കേരളത്തിൽ?
കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖല, രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ മേഖലയെന്നു പൊടുന്നനെ നമ്മൾ ഇൻസ്റ്റന്റ് മാഗി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാണോ? അല്ല, സമരം ചെയ്തുണ്ടാക്കിയതാ. 5.5 ലക്ഷം വിദ്യാർത്ഥികളെ കഴിഞ്ഞ 10 വർഷം അതിൽ കൊണ്ടുവന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 10-25 ലക്ഷം വിദ്യാർത്ഥികൾ അതിൽ പഠിക്കുന്നു. അതെങ്ങനെ ഉണ്ടാക്കിയതാണ്? സൗജന്യമായി അവർ അവിടം വരെ എത്തി പഠിക്കുന്നു. കാരണം അത് അവരുടെ അവകാശമാണെന്നുള്ള ബോധ്യവും അതിനനുസരിച്ചുള്ള ഒരു നിലവാരവും നമ്മൾ അതിനുണ്ടാക്കി കൊടുത്തു. അതുണ്ടാക്കി കൊടുത്തൊക്കെ സമരങ്ങളാണ്. ആ സമരങ്ങളൊക്കെ റദ്ദ് ചെയ്യുന്ന വർത്താനാണ് ഈ പറഞ്ഞ സോ കോൾഡ് മാതാപിതാക്കന്മാരുടെ മുന്നേ ഇതിൻ്റെയൊക്കെ നേതൃത്വമായി പ്രവർത്തിച്ചു എന്ന ഒറ്റ പ്രിവിലേജിൽ MLA മന്ത്രിയൊക്കെ ആയിരുന്നു കയറിയിരുന്നു പലരും ഇത് പറയുന്നത്. അപ്പോൾ KM ഷാജി ചിലപ്പോൾ അത് ഞങ്ങൾക്കെതിരെ പറഞ്ഞാവാൻ സാധ്യതയില്ല, അതുകൂടി പറയണല്ലോ. ചിലപ്പോ ആ ക്യാബിനറ്റിലെ ആളുകൾ ഉദ്ദേശിച്ചായിരിക്കും, കൂടുതലുള്ള ആളുകൾ ഉദ്ദേശിച്ചായിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പിന്നെ നോക്കി കണ്ണിൽ കാണുന്ന ആളുകള് അദ്ദേഹം അവരെ കൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കണം. അതിനെന്നാൽ പക്ഷെ ഞങ്ങൾ ഉദാഹരിച്ചത് ശരിയായില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് അതേ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. നേരത്തെ പറഞ്ഞ സഞ്ജീവ് പറഞ്ഞു, കേരളത്തിലെ ഈ ഒരു സോഷ്യൽ സിറ്റുവേഷൻ കൊണ്ടുകൂടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കുട്ടികൾ പോകുന്നുണ്ടാവും. ഈ മോറൽ പോലീസിങ്ങും ജാതി മതം. SFI ആസ് ആൻ ഓർഗനൈസേഷൻ നിങ്ങൾക്കതിലെന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ? കാരണം കേരളം, ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഏകദേശം ഒരു 200 വർഷത്തെ ഒരു സംഘകാലം മുതലുള്ള ചരിത്രം കേരളത്തിൻ്റെത് കൊള്ളാവുന്ന നാടാണ് നമ്മുടേത്. കഴിഞ്ഞ 200 വർഷത്തിൽ നമ്മൾ വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇത് ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന നാട് തന്നെയാണ്. ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതും നിങ്ങളടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത്? ഞങ്ങൾ ഇതിൽ ഒരു പരാതി ഞങ്ങൾക്ക് വെക്കാനുള്ളത്, ഞങ്ങളെ മാത്രം ചില ഇടങ്ങളിൽ ഞങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ വർഗീയതക്കെതിരെയുള്ള സമരം, വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടാവാറ്. ഗവർണർക്കെതിരെയുള്ള സമരം ഞങ്ങൾ മാത്രം അവിടെ ഉണ്ടാവുക. ഈ കേരളത്തിൽ ഉണ്ടാവുന്ന വിദ്യാർത്ഥികളുടെ ബഹുഭൂരിപക്ഷം വിഷയങ്ങളിലും ഞങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് മേനിയടിക്കുകയല്ല. പക്ഷേ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നറേഷൻ വൈയക്തികമായി ഞങ്ങളും ഗവർണറും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയി നിൽക്കുന്നതെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അതിൻ്റെ ശ്രീ റോജി എം ജോണിൻ്റെ പ്രസ്താവന അത് കൂട്ടിച്ചേർത്ത് വായിക്കാം. ഞാൻ ഗവർണറുമായിട്ട് ഗുസ്തിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ RSSന്റെ അജണ്ടയോട് കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ പച്ച മലയാളം അവിടെയാണ് ചെന്ന് നിൽക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം നാളെ ഇനി RSSന്റെ ഏതെങ്കിലും പ്രാന്ത കാര്യവാഹിനിയോ ഇനി സർസംഘചാലകന്റെ കൂടെയുള്ള PSനെയോ എങ്ങനെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയാലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് റോജി എം ജോൺ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങള് ഗവർണർക്കെതിരെയുള്ള എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നത്തിന്റെ മേലാണോ സമരം ചെയ്തത്? അല്ല. ആ സമരത്തെ പോലും വഴിതിരിച്ചു വിടുകയാണ് മുഖ്യധാര മാധ്യമങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ ഇന്നലെ ഒരു നീറ്റിനെതിരെ ഒരു സമരം നടത്തി. നീറ്റ് CBSE വിഷയത്തിൽ ഞങ്ങൾ മഹാരാജാസിലേക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് ഒരു പ്രകടനം നടത്തി. ഞങ്ങൾ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു മുഖ്യധാര മാധ്യമം മനോരമ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. മഹാരാജാസ് കോളേജിലെ കോളേജ് യൂണിയന്റെ റൂമിലുള്ള മേശയെടുത്ത് റോട്ടിൽ വെച്ച് SFI പ്രവർത്തകൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ. ഈ വീഡിയോ എടുക്കുന്ന ഒരു പയ്യൻ യൂണിയൻ റൂമിൽ നിന്ന് ഒരു ടേബിൾ എടുത്ത് റോട്ടിൽ കൊണ്ടുപോയി വെച്ച് ഇത് വീഡിയോ എടുക്കുകയായിരുന്നു. അതാണ് വാർത്ത മനോരമയുടെ. രാജ്യത്ത് 23 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയം മനോരമക്ക് വാർത്തയല്ല. CBSEയിൽ 7ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തത് മനോരമക്ക് വാർത്തയല്ല. ഞങ്ങൾ കരുതിയത് പ്രിൻസിപ്പളുടെ ചെയർ കൊണ്ടുവന്ന് വെച്ച് ഫോട്ടോ എടുത്തു എന്ന് ചിലപ്പോൾ പറയുന്നതാണ്. മനോരമ സാധാരണ അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. എന്താ കൊടുക്കാറെന്ന് അറിയില്ല, അത് കൊടുക്കുന്നതായിരുന്നു നല്ലത്. ഇങ്ങനെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ നാട്ടിലാണ് ഈ കുട്ടികൾ നിൽക്കേണ്ടതെന്നാണ് അങ്ങേപ്പോലുള്ള ആളുകൾ പറയുന്നത്. ഈ കുട്ടികളെ നിർത്താൻ ഞങ്ങൾ എല്ലാവിധത്തിലും അവരുൾപ്പെടെ നിൽക്കാനും തയ്യാറാണ്. അവർക്ക് ഈ നാട് വിട്ടു പോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ഈ നാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ അലാമിംഗ് ആയിട്ടുള്ള വിധത്തിൽ സംഘപരിവാറിന് സ്പേസുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കടന്നു കയറാനുള്ള ഇടപെടലുകൾക്ക് സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനെ തടയാൻ ഒരു വരി കൊണ്ട് പോലും തയ്യാറാവുന്നില്ല, ഒരു വാക്കുകൊണ്ട് പോലും. ഇത് മുഖ്യധാര ഇടതുപക്ഷത്തിന്റെ മാത്രം കാര്യമാണ്, ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളത് ചെയ്യും. അത് ആരും പറഞ്ഞാലും നോക്കുന്നുണ്ടെങ്കിലും നോക്കുന്നില്ലെങ്കിലും ഞങ്ങളത് ചെയ്യും. പക്ഷെ അത് ഞങ്ങളും സംഘപരിവാറും തമ്മിലുള്ള ഏതെങ്കിലും ഈ വിഷയം മാത്രമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഫണ്ടമെന്റലി ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ വർഗീയതക്കും എതിരാണ്. പക്ഷെ കോൺഗ്രസിന് ഇന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടോ? ഈ നാട് ഭരിക്കുന്ന കോൺഗ്രസിന് ഇന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയമോ പരിപാടിയോ ഉണ്ടോ? മുസ്ലിം ലീഗിനുണ്ടോ? ഇതിനൊന്നും ഉത്തരവില്ല. ഇതിനൊന്നും ഉത്തരവില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഇവരോടൊന്നും ഒരു പ്രശ്നത്തിനും ഇല്ല എന്ന് അവർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു.
ഈ പറഞ്ഞതുപോലെ ഞങ്ങളൊരു ചെറു മൂവ്മെന്റായി, ഞങ്ങളൊരു സംഘടനയായി ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടുകയാണ്. പക്ഷെ സർക്കാർ സംവിധാനവും ഇന്ന് ഭരിക്കുന്നവരൊക്കെയും അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിന്, പ്രത്യേകിച്ച് സംഘപരിവാറിന് ഇതിനൊക്കെ കവറപ്പ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സഹായം ചെയ്യാണ്. ഒരു കാര്യം ഞാൻ പറയാം, യുവതലമുറ സംഘപരിവാറിനെ ഇഷ്ടപ്പെടുന്നേയില്ല. സംഘപരിവാറിനെ ഇഷ്ടപ്പെടുന്നേയില്ല. അവർ ഈ രാജ്യത്ത് നടക്കുന്നതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ച. ഉത്തർപ്രദേശിൽ ജാതിയുടെ പേരിൽ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് മൺകൂജയിൽ വെള്ളം എടുത്തതിന്റെ പേരിൽ കൊന്നത് അവർ കണ്ടതാണ്. തല മുണ്ടനം ചെയ്ത് പുള്ളി കുത്തി കഴുതപ്പുറത്ത് ആളുകളെ നടത്തുന്നത് അവർ കണ്ടതാണ്. പ്രണയത്തെ പോലും മതവൽക്കരിക്കുന്ന, അതിനെതിരെ നിയമം ഉണ്ടാക്കുന്ന സർക്കാരുകളെ അവർ കണ്ടതാണ്. പാവപ്പെട്ടവന്റെ വീട് ഇടിച്ചു നിരത്തുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരത് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടം തന്നെയാണ് കേരളം. വിത്തൗട്ട് ലെഫ്റ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ കേരളം അത് മറ്റൊരു നിത്യമായ നരകമാണ്. അതിലേക്ക് വഴി തുറന്നു വിടുകയാണ് ഈ പറഞ്ഞ കോൺഗ്രസ് ചെയ്യുന്നത്, സംഘപരിവാറിനെ സഹായിച്ചുകൊണ്ട്. ഇതിൻ്റെ അകത്ത് കേരളത്തിലെ ലെഫ്റ്റ് SFI അടക്കമുള്ള DYFI അടക്കമുള്ള വിദ്യാർത്ഥികളുടെയും യുവജന സംഘടനകളുടെയും അവരുടെ പരാജയം കൂടി ഇല്ലേ? കാരണം ഇത് SFI എനിക്ക് തോന്നുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ മിക്കവാറും കോളേജ് യൂണിയനുകളും സർവകലാശാല യൂണിയനുകളൊക്കെ ഭരിക്കാന്നുള്ളത് എനിക്കൊരു 40 വർഷമെങ്കിലുമായിട്ട് 30 വർഷം. അതിനകത്ത് വേറൊരു തമാശ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ 39 വർഷത്തിന് ശേഷം KSU സർവകലാശാല പിടിക്കുന്നു പറയുമ്പോൾ 39 വർഷം SFI ആണെന്നുള്ളത് പറയുന്നില്ല. പക്ഷേ ദ ഫാക്ട് ഓഫ് ദ മാറ്റർ ഈസ് നിങ്ങൾക്ക് വലിയ അപ്പർ ഹാൻഡ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന SFI DYF മുമ്പോട്ട് വെച്ചിരിക്കുന്ന പുരോഗമന മുദ്രാവാക്യം ഈ മനുഷ്യർ ക്യാമ്പസിന് പുറത്തിറങ്ങി ജീവിതം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അവരുണ്ടാക്കുന്ന സമൂഹത്തിലാണ് സഞ്ജീവ് പറഞ്ഞ ഈ അസംബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ കോൺട്രഡിക്ഷൻ അത് നമ്മുടെ മുമ്പിൽ നിൽക്കുക, ഈ വരുത്തി കിട്ടുമ്പോൾ നിൽക്കല്ലേ? ഇത് നിങ്ങളെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ യുവജന സംഘടന എന്ന നിലയ്ക്ക് DYFI പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഞാൻ എല്ലാവരുടെ കൂട്ടിയാണ് പറയുന്നത്. ഇടതുപക്ഷം ഇത്രയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു നാട്ടിലാണ് സഞ്ജീവ് പറഞ്ഞ് പിള്ളേർക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളത്. ഈ കോൺട്രഡിക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അല്ല, അതിൽ ഉണ്ടാകുന്ന ഒരു വിഷയം, ഇപ്പം ഞാൻ നിങ്ങളിവിടെ ഇരുന്ന് സംസാരിക്കുന്നതും നമ്മളെ കേൾക്കാനും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ വിശാലമായിട്ടുള്ള ഈ ബോധങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഒരു പ്രതലം കേരളത്തിലുണ്ട്. അത് നവോത്ഥാനത്തിന് ശേഷവും, നവോത്ഥാനം നടന്നു, അതിനുശേഷം ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷം അതിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, തുടർച്ചയായി വന്നിട്ടുള്ള സർക്കാർ അതിൽ നടത്തിയിട്ടുള്ള സാമൂഹ്യ പരിവർത്തനം, വിപ്ലവകരമായ തീരുമാനങ്ങൾ, അതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വേരിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ആ കേരളത്തിൽ ഇപ്പോഴും അതിന്റെ ബോധ്യങ്ങളൊക്കെ വളരെ ശക്തമായുണ്ട്. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ആ ബോധം, കോൺഗ്രസിന് ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലേക്കാണ് സംഘപരിവാറിന് ഇരച്ചു കയറാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പറയും ഇപ്പോൾ കേരളത്തിൽ 3 സീറ്റുകൾ ജയിച്ചത് ഇടതുപക്ഷത്തിന്റെ സീറ്റുകളിലാണല്ലോ BJP ജയിച്ചത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ വോട്ടുകൾ മറഞ്ഞുകൊണ്ടാണ് BJP ഈ 3 ചിലയിടത്തെങ്കിലും എനിക്ക് തോന്നുന്നു ചാത്തന്നൂരെങ്കിലും LDFന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി അതിലൊരു ഇംബാലൻസിങ് അവിടെ ഇവിടെങ്കിലും ഉണ്ടാവാം. ഈ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് കോൺഗ്രസിലേക്ക് ഹിന്ദുത്വ ബോധമുള്ള ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ല, അതൊരു പുതിയ കാര്യമല്ല. കാരണം കോൺഗ്രസിലെ എല്ലാ കാലത്തും കോൺഗ്രസിൽ ഈ ഇന്ത്യയിൽ ഇപ്പം സംഘപരിവാരം ഈ സ്ട്രോങ് ആകുന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. അത് രാഷ്ട്രീയമായിട്ട് അവർ സ്ട്രോങ് ആകുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കോൺഗ്രസ്സിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾക്കിങ്ങനെ വിരലിൽ എണ്ണിയെടുക്കാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ശരിക്കും ഗാന്ധിജി, അവസാനമായപ്പോഴത്തേക്കും ഗാന്ധിജി വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. അതേസമയം അപ്പുറത്തുള്ളതെല്ലാം വളരെ ഹെവി വെയിറ്റ് മനുഷ്യരാണ്. സർദാർ പട്ടേൽ തുടങ്ങി, ടണ്ടൻ തുടങ്ങി, രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം ഒക്കെ ശരിക്കും ടിപ്പിക്കൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. കോൺഗ്രസ് അതുണ്ട്. പക്ഷേ കേരളത്തിൽ അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ തോതിൽ പറ്റിയിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ വന്നു, വലിയ തോതിൽ വിദ്യാഭ്യാസം വന്നു, ജാതിയെ ഒരു കണക്കിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ഒരു 60, 70, 80കളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നേരെ തിരിച്ചു പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുണ്ടാക്കി വെച്ച എല്ലാ നന്മകളെയും വൈപ്പ് ഔട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് വരും. സഞ്ജീവിൻ്റെ ഒരു അസസ്മെൻ്റ് എന്താണ്? ഇതിൻ്റെ ഒരു സംഘടന നമ്മുടെ സമൂഹത്തിൽ ഇത് ഒരു 60, 70, 80കളെന്നൊക്കെ പറഞ്ഞതിൻ്റെ പ്രോഗ്രസീവ് തോട്ടിൻ്റെ ഒരു കാലമല്ല. ഫോർ സിമ്പിളായിട്ട് പറഞ്ഞാൽ മിശ്രവിവാഹങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്ത് നിന്ന് ഇപ്പം മിശ്രവിവാഹങ്ങളെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ദിസ് ഇസ് മൈ ഒബ്സർവേഷൻ. നിങ്ങൾ എങ്ങനെയാണ് ഈ സൊസൈറ്റിയെ ഇങ്ങനെ കാണുന്നത്? ഇപ്പം സജീവ് നേരത്തെ ആവർത്തിച്ച് പറഞ്ഞ കാര്യം സംഘപരിവാരത്തിന് താല്പര്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ആരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? സംഘപരിവാറിൻ്റെ റിഗ്രസീവ് തോട്ടിനെ
ഈ ഈ ഈ സാധനത്തെ ആരാണ് കേരളത്തിൽ സ്പോൺസർ ചെയ്യുന്നത്? അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രവണത ഈ പറഞ്ഞ ചില ജാതി സംഘടനകളെ പണം കൊടുത്തു വാങ്ങാൻ അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിൽ കീഴടക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് SNDP. SNDPയുടെ അതിൻ്റെ നേതാക്കന്മാരെയും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രൂപീകരിച്ച സംഘവും ഇന്ന് നിലനിൽക്കുന്നത് BDJS നിലനിൽക്കുന്നത് NDAയിലാണ്. അപ്പോൾ അതിൻ്റെ ആളുകളുടെ പ്രത്യേകപരമായിട്ടുള്ള ഇടപെടൽ പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളങ്ങളിലാണ്, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് തെക്കൻ കേരളത്തിൻ്റെ പ്രദേശത്താണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ ജാതീയപരമായിട്ടുള്ള സംഘടനകളുടെ ഇടപെടലുകൾ അത് സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഒരു ബോധം സൃഷ്ടിക്കാനുള്ള ഇടപെടൽ അവർ പ്രത്യേകമായി സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അവരിൽ പ്രത്യേകമായി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാൽ, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഈ കേരളത്തെ ഏതെങ്കിലും വിധത്തിൽ അതിതീവ്ര സംഘപരിവാർ വൽക്കരണത്തിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്ന പ്രത്യേകമായ അജണ്ട അവർ വെച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു അവിശുദ്ധ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ചെടുക്കാൻ VD സതീശൻ പ്രത്യേകമായി അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർന്ന് വന്നിട്ടുള്ളതാണ് UDFന്റെ ഈ മഹാവിജയം എന്നവർ അവകാശപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ അതിലുണ്ടായിട്ടുള്ള എല്ലാ അവിശുദ്ധ സാധനങ്ങളും ഈ കേരളത്തിനെതിരാണ്. ഈ കേരളം എന്ന നമ്മൾ കൊണ്ട് നടക്കുന്ന സോക്കോൾഡ് നമ്മുടെ മനോഹരമായ നാടിനെതിരാണ്. പക്ഷെ അതിന് മനുഷ്യർ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഹിറ്റ്ലർക്കും വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹിറ്റ്ലർ എത്ര ശതമാനം വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത്? മുസോളിനി 90% വോട്ടൊക്കെ കിട്ടി ജയിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻസ്. അത് ആത്യന്തികമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവരൊക്കെ തിരിച്ചു വരുന്നേ, അവരൊക്കെ തിരിച്ചു വന്ന് കേരളത്തിൻ്റെ ലെഫ്റ്റിന് വോട്ട് ചെയ്യും. കേരളത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയുന്നത്, നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷങ്ങൾ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗം മനുഷ്യരും വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗം മനുഷ്യരും ഇപ്പോൾ ലെഫ്റ്റിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് അങ്ങനെ കണ്ടുപോകാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ അന്ത്യമാണെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന മാധ്യമ നറേഷനൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അവരുടെ വിദണ്ഡമായ വാദങ്ങൾ മാത്രമാണ്. എല്ലാ വിഭാഗം മനുഷ്യരും ഇപ്പോഴും LDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം കേരളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിന്റെ ഈ ബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഇവിടെ കൂടുതലുണ്ട്. അത് വർദ്ധിച്ചു വരും. ഈ പറഞ്ഞ ചില മനുഷ്യർക്ക് വന്നിട്ടുള്ള അപഭ്രംശങ്ങൾ അവർക്ക് തിരിച്ചറിഞ്ഞ് അവർ തിരികെ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇടതുപക്ഷത്തിൽ അപഭ്രംശത്തെ കുറിച്ച് ഇടതുപക്ഷത്തിൽ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അതൊരു റിയാലിറ്റി അല്ലേ? അല്ല, വിമർശനം സ്വയം വിമർശനമാണല്ലോ. വൈരുദ്ധ്യങ്ങൾ അവിടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ നിലയിൽ തന്നെ സംഘടനാപരമായി ഉണ്ടാവേണ്ട എല്ലാ തിരുത്തലുകൾക്കും അത് വിധേയപ്പെടുക തന്നെ ചെയ്യും. അത് ആ നിലയിൽ ഏതെങ്കിലും പ്രശ്നങ്ങളെ കണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമേ അല്ല. അതൊക്കെ അങ്ങനെ തന്നെ കണ്ടുപോകും. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്, ഇപ്പൊ ക്യാമ്പസുകളിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സെക്യുലർ മൈൻഡ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരെ ട്രാൻസ്ഫർ ചെയ്ത് കേരളത്തിന്റെ പൊതു റിയാലിറ്റിയിലേക്ക് കൂടുതലായി കൊണ്ടുവരണം. ഞാനതാണ് ചോദിച്ചത് നേരത്തെ. കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു തേരോട്ടം എന്നുള്ളത് 80കൾക്ക് ശേഷം ദാറ്റ് ഇസ് ഫോർ റിയൽ. അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന 80കളിൽ നിന്ന് അതാണ് ഏറ്റവും ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എന്ന് പറഞ്ഞത്. KSUവിൻ്റെ ഡിക്ലൈൻ വരുന്നതും SFI ക്യാമ്പസുകളിലേക്ക് നിറയുന്നതും 90കളിലാണ്. 80കളുടെ അവസാനം 90കളിലേക്കാണ്. ആ മനുഷ്യർക്ക് ഇപ്പം 40, 50, 60 വയസ്സുള്ള ആളുകൾ പലരും ഇടതുപക്ഷ രാഷ്ട്രീയം അല്ല കൊണ്ടു നടക്കുന്നത്. അവർ വളരെ റിഗ്രസീവായ തോട്ടിൻ്റെ അടിമകളായിട്ട് മാറിയിട്ടുണ്ട്. അവരാണ് കേരളത്തിലെ നിങ്ങളീ പറയുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ അപരാജിക്ക് അതിൻ്റെ പ്രവാചകന്മാരായി നടക്കുന്നത് അവരാണ്. അത് ഇടതുപക്ഷം സീരിയസ് ആയിട്ട്, നിങ്ങളുടെ SFI പോലുള്ള സംവിധാനങ്ങൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതല്ലേ? 80കളിൽ 90കളിലോ ഉണ്ടായിരുന്ന SFIയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പഴയ ഫോൺ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അവരിൽ പലരും, അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് ഉണ്ടായിരുന്ന പലരും ഇടതുപക്ഷത്തോട് ഒരു താല്പര്യമില്ലാത്ത, കേരളം ഭരിച്ചു മുടിച്ച ആളുകളാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം വെച്ചാൽ SFIയെ സംബന്ധിച്ചിടത്തോളം SFIയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും ബേസിക്കായി ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം അതിൻ്റെ സെക്യുലർ ബോധമാണ്. ആ സെക്യുലർ ബോധം നശിപ്പിച്ചുകൊണ്ട് ആളുകൾ ഒരു സംഘപരിവാർ ചായ്വിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മറ്റെന്തെങ്കിലും കൺക്ലൂസീവായ എവിഡൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാം, SFIയിലൂടെ നടന്നിട്ടുള്ള ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോഴും കേരളത്തെ ഇടതുപക്ഷമായി, പ്രത്യേകിച്ച് മതനിരപേക്ഷമായി നിലനിർത്താൻ പ്രത്യേകമായിട്ട് നടന്നിട്ടുള്ള ഒരു സാമൂഹിക പരമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് വലിയ കരുത്തു പകർന്നത് SFI ആണ്. അതിൻ്റെ ഒരു ട്രാൻസ്ഫറിങ് റേറ്റിനെ കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. എത്രത്തോളം ആളുകൾ മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാകുന്നു, എത്രത്തോളം അവർ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, എത്രത്തോളം അവർ അതേ രാഷ്ട്രീയം പിന്തുടരുന്നു എന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾ ഇപ്പോഴും നോക്കുന്നത്
ആ സെക്കുലർ ബോധം ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ ആ സെക്കുലറിസ്റ്റായി ഈ നാട്ടിൽ ജീവിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് നിലനിർത്താനുള്ള ഇടപെടലായിരിക്കും ഞങ്ങൾ കൂടുതലായി നടത്തുക. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അതിലേതെങ്കിലും പരിമിതി വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. അത് അങ്ങനെ തന്നെ പരിശോധിക്കപ്പെടും. പക്ഷേ അപ്പോഴുണ്ടാകുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ വളർച്ച കണ്ടിട്ട് കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഞങ്ങളെ അങ്ങ് നിരോധിച്ചാൽ. ഞങ്ങളുടെ വളർച്ച തുടങ്ങുന്നത് സ്കൂളിൽ നിന്നാണ്. ഒരു കുട്ടി സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ അഭിസംബോധന ചെയ്ത് തുടങ്ങാറ്. ആ കുട്ടി പിന്നെ കോളേജ് എത്തുമ്പോൾ, അവിടുന്ന് പിന്നെ സർവകലാശാലകളിൽ എത്തുമ്പോൾ അങ്ങനെയാണ് അയാളൊരു മനുഷ്യനായി, ഒരു പൗരനായി പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളെ സ്കൂളിൽ നിന്ന് കട്ട് ചെയ്തു. ഈ പറഞ്ഞ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും ചില NSS മാനേജ്മെന്റുകളും SNDP മാനേജ്മെന്റും എന്ത് ചെയ്തു, കോടതിയിൽ പോയി വിധി വാങ്ങി ഞങ്ങളെ കോളേജുകളിൽ നിന്ന് പുറത്താക്കി. ഇതിന്റെ റേറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ടെക്നിക്കലി നടത്തുന്നുണ്ട്, പക്ഷെ പൊളിറ്റിക്കൽ അല്ല. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ, കോട്ടയം ടൗണിൽ, കോട്ടയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ജില്ലയാണ്. കോട്ടയം ടൗണിൽ ഒരു 12 കോളേജുണ്ട്. 12 കോളേജിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ക്യാമ്പസിന്റെ ഉള്ളിലെ ആ പാർലമെന്റേറിയൻ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ക്ലാസ് സെലക്ഷനാണ്. ക്ലാസ്സിലെ കുട്ടികൾ ഒരു ലീഡറെ തെരഞ്ഞെടുക്കും. ആ ലീഡേഴ്സ് എല്ലാവരും കൂടി യൂണിയനെ തെരഞ്ഞെടുക്കും. അവിടെ എന്ത് നടക്കുന്നില്ല? പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് നടക്കുന്നില്ല. എങ്ങനെയൊക്കെ പൊളിറ്റിക്സിനെ ഡിബേറ്റബിൾ അല്ലാതാക്കുക. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ്, കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയും സംഭാവന ചെയ്തിട്ടുണ്ട്. SFIക്ക് അവിടെ നിന്ന് ഒരു സംസ്ഥാന പ്രസിഡന്റിനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ഇല്ലാതാക്കി. അതിന് പിന്തുണച്ചു KSU, അതിന് പിന്തുണ നൽകി കോൺഗ്രസ്. കാരണം എന്താ? അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ഈ മക്കളുണ്ടല്ലോ, ഈ നേതാക്കന്മാരുടെ മക്കളുണ്ടല്ലോ, MLA മാരാവാനും മന്ത്രിമാരാവാനും. പൊളിറ്റിസൈസേഷനെ അങ്ങ് കൊന്നുകളഞ്ഞു. ആ സമൂഹം ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുക നമ്മൾ കാണണ്ടേ? തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് ആര് പഠിച്ച കോളേജാ? EMS പഠിച്ച കോളേജാണ്. ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് പൂട്ടി. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പൂട്ടി. എന്തുകൊണ്ടാ പൂട്ടിയത്? അവിടെ SFI ആണ്. CMS എന്താ പൂട്ടിയത്? SFI ആണ്. ജെയ്ക്സി തോമസ് എന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കി. പഠിച്ചിരുന്ന കാലത്ത് പുറത്ത് സമരത്തിനിരുന്ന് ജെയ്ക്സി തോമസ് പരീക്ഷ എഴുതി ആ ക്ലാസ്സിൽ പാസ്സായ മനുഷ്യരിൽ ഒന്ന് ജെയ്ക്സി തോമസ് ആയിരുന്നു. അങ്ങനെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് സംഭാവന ചെയ്തൊരു സംഘടനയുടെ പ്രവർത്തനത്തെ എവിടെയെങ്കിലും ഇല്ലാതാക്കി. എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ നിങ്ങൾ ഈ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഞങ്ങളുടെ ഒരു മറുചോദ്യത, ഞങ്ങൾ നിരോധിക്കുന്നുണ്ട് നിശബ്ദമായി. അതിന് ടെക്നിക്കലി നിയമങ്ങൾ ഉപയോഗിക്കുകയാണ്. ടെക്നിക്കലി ഈ പറഞ്ഞ സ്കൂൾ സംഘടന പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇവരിലേക്ക് ഇടപെടാനുള്ള ഈ എക്സ്പോഷർ വളരെ കുറയ്ക്കുകയാണ്. ഞങ്ങൾക്കൊരു കുട്ടിയെ പിന്നീട് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറയുന്നത് CBSEയുടെ കുട്ടി, ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടി CBSE സ്കൂളിൽ കയറാൻ കഴിയില്ല, കോച്ചിങ് സെന്ററിൽ ഇല്ല. പിന്നെ ആ കുട്ടി എത്തേണ്ടത് മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ഞങ്ങളെല്ലാവരും സംഘടനയുണ്ട്, പക്ഷെ അവരുടെ അക്കാദമിക്സ് അവർക്ക് പരിമിതമാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടനയുണ്ട്, ഗവൺമെന്റ് ആണെങ്കിലേ ഉള്ളൂ, ഓട്ടോണമസ് കോളേജിൽ ഇല്ല. അങ്ങനെയാണ് ജിഷ്ണു പ്രണോയ് സംഭവിച്ചത്. ആര് ഉത്തരം പറയും ഇതിനൊക്കെ? കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എല്ലാ ക്യാമ്പസിലും ആവശ്യമാണ്. പക്ഷെ ഞങ്ങൾ വളരുന്നു എന്ന ഒറ്റ കാരണത്താൽ ഞങ്ങൾ നിരോധിച്ചു. നിങ്ങളുടെ പാർട്ടിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഞങ്ങൾക്കതൊരു വ്യത്യസ്ത, ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഭരണത്തിലിരിക്കുമ്പോൾ നമ്മുടെ CPM വിദ്യാർത്ഥി സംഘടന അത് എല്ലാ ക്യാമ്പസിലും വളരണമെന്നുള്ള നിലപാടിന്റെ ഭാഗമായി നിയമം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ ആരോടും ആവശ്യപ്പെട്ടില്ല. ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ആ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം വാങ്ങിയിട്ട് വളർന്ന സംഘടനയൊന്നല്ല SFI. ഇപ്പോൾ 10 വർഷം ഇവരിപ്പോൾ വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലോ ഈ കോൺഗ്രസ്സുകാർ. ഇപ്പോൾ എന്തോ പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ഏതോ ഷൗക്കത്ത് അലീനെ കൊണ്ടുവന്ന് ഞങ്ങളെ ഫിനിഷ് ചെയ്യുന്നുള്ള ഒരു വർത്താനം ഉണ്ടല്ലോ, കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഭീകരത എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ 10 വർഷം ഞങ്ങളൊരു കോൺസ്റ്റബിളിന്റെ സഹായം പോലും വാങ്ങിയിട്ടില്ല കേരളത്തിൽ. ഞങ്ങൾ എല്ലാവരും ജയിലിൽ കിടന്നിട്ടുണ്ട്. SFIയുടെ ഭാരവാഹിയായിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഇടതുപക്ഷം സഞ്ജീവ് എത്ര ദിവസം കിടന്നു? ഞാൻ കിടന്നു 12 ദിവസം കിടന്നു. സമരം ചെയ്യുന്നതാണ് കിടന്നത്. ഞങ്ങൾ ഒരു ആനുകൂല്യം ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ ആരോടും ചോദിച്ചില്ല, അയ്യോ ഞങ്ങളെ ജയിലിൽ അടക്കല്ലേ, ഞങ്ങളുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്. ഒരു കാര്യമില്ല. കാരണം അത് അവരുടെ നയപരിപാടിയാണ്. CPM ഒരു സർക്കാർ രൂപീകരിച്ചു, CPM എന്ന് നേതൃത്വം കൊടുക്കുന്നു, LDF നേതൃത്വം കൊടുക്കുന്നു. അവർക്ക് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിപാടിയുണ്ട്. CPMന്റെ ലക്ഷ്യം വേറെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കൊരു പരിപാടി വേറെയാണ്. SFIയുടെ പരിപാടിയും കാര്യപരിപാടിയും വേറെയാണ്. ഞങ്ങൾ സോഷ്യലിസമാണ്, അവർ മാർക്സിസം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രണ്ടും വ്യത്യസ്തമാണ്. അപ്പം ഞങ്ങളുടെ പണിയെടുക്കുന്നു. നിങ്ങളുടെ പണി ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ അവസാനത്തേക്ക് വരും. നിങ്ങളുടെ പണി കുറച്ച് ടഫാകാനുള്ള സാധ്യത. അറ്റ്ലീസ്റ്റ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇടതുപക്ഷ സർക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വലതുപക്ഷ സർക്കാരുണ്ട്, ഒരു ഗവർണർ കൂടിയുണ്ട്. ഗവർണർ വളരെ
പ്രകടമായി സർവകലാശാലകളിലും വിദ്യാഭ്യാസത്തിലും ഇടപെടുന്ന തരത്തിലുള്ള ഒരു ഗവർണർ കൂട്ടിന് അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് സ്വയം SFIയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കാണാൻ വേണ്ടി പോകുന്നത്? ഇന്നലെ ഒരു കമ്മിറ്റി കഴിഞ്ഞുള്ളൂ, അത് ഞങ്ങൾ പറഞ്ഞിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാം. അതിൽ ഞങ്ങളെ നേരിടാൻ വേണ്ടി പോകുന്നത് ഗവർണർ, VC, മുഖ്യമന്ത്രി, ജില്ലയിലെ മന്ത്രിമാർ, MLA മാർ, ഇവരെല്ലാവരും ചേർന്ന് ഞങ്ങളെ കാലിക്കറ്റ് സർവകലാശാലയിൽ നേരിടാൻ വേണ്ടി പോവാം. വളരെ ടഫ് ഫൈറ്റാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. കാലിക്കറ്റ് സർവകലാശാല എന്നാൽ 5 ജില്ലകളിലെ സർവകലാശാലയാണ്, വലിയ സർവകലാശാലയാണ്. കാലിക്കറ്റിലുണ്ട് കേരളത്തിൽ എന്താണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീൽ എന്ന് വെച്ചാൽ, കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയുടെ പ്രസിഡന്റ് പ്രൊഫസർ രവീന്ദ്രൻ ഇന്ന് കാലിക്കറ്റ് VC ആണ്. ആരാണ് അദ്ദേഹത്തെ നിയമിച്ചത്? ഇതേ ആർലേക്കർ. എന്താ ഉത്തരവുണ്ടോ ഈ ചോദ്യത്തിൽ? ഞാൻ കുറെ ദിവസമായി കേരളത്തിൽ ചോദിക്കുന്നു. ഒന്ന് VD സതീശ് ഉത്തരം പറയൂ, ഒന്ന് റോജി M. ജോൺ ഉത്തരം പറയൂ. എന്ന് വെച്ചാൽ കോൺഗ്രസ് സംഘടനയുടെ പ്രസിഡന്റായി ആജീവനാന്ത് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇന്ന് ആർലേക്കർ നിയമിച്ച സ്ഥിരം VC. യോഗ്യതകളെ കുറിച്ചൊന്നും ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തെ നിയമിച്ചത് ആർലേക്കറാണ്. അപ്പൊ ഇവരൊക്കെ കൂടിയാണ് ഇനി ഞങ്ങളെ നേരിടാൻ വേണ്ടി പോകുന്നത്. ഈ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മുന്നോട്ടേക്കുള്ള യാത്ര ദുഷ്കരമാവുമ്പോൾ കൂടുതൽ ശക്തമാവും എന്ന് പറയുന്നത് പോലെ കൂടുതൽ ശക്തമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ ബോധ്യവും രാഷ്ട്രീയവും അതൊരു ആയുധമാക്കി മാറ്റാനുള്ള, ഇപ്പോൾ നാട്ടകം സുരേഷ് അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗം കേരളത്തിന്റെ നിയമസഭയിൽ നടത്തിയത് SFIക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ്. ഞങ്ങളതൊരു പ്രിവിലേജ് ആയി കാണുന്നു. കഷ്ടപ്പെട്ടു